ഒരു നിർമ്മാണ പ്രവൃത്തി, അതും പ്രത്യേകിച്ച് ഒരു ഭവന നിർമ്മാണം എന്ന് പറയുമ്പോൾ അത് സാൻഡ്, മെറ്റല്, സിമെന്റ്, കമ്പി, റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പണിതെടുക്കുന്ന ഒരു കോൺക്രീറ്റ് പെട്ടി ആയിരിക്കരുത് ഒരു വീടെന്ന് പറയുമ്പോൾ. അതിന് ഒരു ജീവൻ ഉണ്ടായിരിക്കണം. ആ ജീവൻ നിലനിർത്തി പോകണമെങ്കിൽ ഈ പറഞ്ഞ മൈന്യൂട്ടായിട്ടുള്ള ചില പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ലൈക്ക് വാട്ടർ പ്രൂഫിങ്, പെസ്റ്റ് കൺട്രോള്, ആൻറ്റി ടെർമൈറ്റ് തുടങ്ങിയ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ നിസ്സാരമാണെങ്കിലും വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ മാത്രമേ ആ ജീവൻ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഈ പറഞ്ഞ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫിങ്, ഈ പെസ്റ്റ് കൺട്രോള്, ആൻറ്റി ടെർമൈറ്റ്, ഇതൊക്കെ സാധാരണ കൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തു പോകാം, പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തു പോകാം. എല്ലാവരും ഇങ്ങനെ കോട്ട് ചെയ്യുമ്പോൾ വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിൽ സാധാരണഗതിയിൽ ചെയ്തു പോകുന്നു. അതിനേക്കാൾ ഉപരി പ്രൊഫഷണലായിട്ട്, പ്രത്യേകിച്ച് പെസ്റ്റ് കൺട്രോൾ, ആൻറ്റി ടെർമൈറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് പ്രൊഫഷണലായിട്ട് നമുക്ക് അത് എങ്ങനെ ചെയ്തു പോകാമെന്നാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ച് നമ്മൾ ലക്ഷങ്ങൾ മുടക്കി ഇന്റീരിയർ പോലുള്ള ഈ വീടിനൊക്കെ ഫുള്ളി ലൂസ് ഫർണിച്ചേഴ്സ് ഉൾപ്പെടെ എല്ലാം ടോട്ടലി ഇന്റീരിയർ വർക്ക് ചെയ്തെടുക്കാനായിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് 20-25 ലാക്സിലേക്കൊക്കെ ഇന്റീരിയർ ചെയ്തു വരുന്ന പ്രോജക്റ്റാണ്. അതൊക്കെ ഉൾപ്പെടെ നമുക്ക് പ്രൊട്ടക്റ്റീവായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൻറ്റി ടെർമൈറ്റ്, പെസ്റ്റ് കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങൾ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആൻറ്റി ടെർമൈറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ടെർമൈറ്റ് പ്രൂഫിൻ്റെ ഭാഗമായിട്ട് എർത്തിന് മുകളിൽ നമ്മൾ ക്വാറി ഡസ്റ്റ് ലെയർ ചെയ്ത് വെള്ളം തളം കെട്ടി നിർത്തി അതിനെ പ്രോപ്പറായിട്ട് ലെവൽ ചെയ്ത് ഡാമ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 4 ഇഞ്ച് കനത്തിലാണ് ഈ പ്രോസസ്സ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്കാണ് 3 to 4 ഇഞ്ച് കനത്തിൽ നമ്മുടെ PCC വരുന്നത്. അപ്പോൾ PCC അതിൻ്റെ ബോട്ടത്തിൽ ഈ ഡസ്റ്റ്. അപ്പം ഈ ഡസ്റ്റിൻ്റെ കൂടത്തിൽ PCC ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഈ ആൻറ്റി ടെർമൈറ്റ് നമ്മൾ ചെയ്തു പോകാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്ന പോലെ ഇതുണ്ടോ, ഓരോ ഹാഫ് ഫീറ്റ് ഇൻ്റർവെല്ലിലാണ് വാൾ സർഫസിനോട് ചേർന്ന് വരുന്ന പോർഷനിൽ ഹാഫ് ഫീറ്റ് ഇൻ്റർവെല്ലിലാണ് നമ്മൾ ഹോള് ഡ്രിൽ ചെയ്തിട്ടുള്ളത്. ബാക്കി വരുന്ന പോർഷനുകളിലേക്കെല്ലാം 1 മീറ്റർ ഇൻ്റർവെല്ലിലും ഹോളുകൾ ഡ്രില്ല് ചെയ്ത് ഓൾമോസ്റ്റ് 1 ഫീറ്റ് ഡെപ്തിലാണ് ഡ്രില്ലിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ വോളിനോട് ചേർന്ന് ഹാഫ് ഫീറ്റും ബാക്കിയുള്ള സർഫസ് ഏരിയയിൽ 1 മീറ്റർ ഗ്രിഡിലും ഹോളുകൾ ഡ്രില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ്. അപ്പം ആദ്യ പ്രോസസ്സായ ഡ്രില്ലിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു കെമിക്കലാണ്. അത് UPL എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഇമിഡാക്ലോപ്രൈഡ് 30.5 എന്ന് പറയുന്ന കെമിക്കലാണ് എന്നെ യൂസ് ചെയ്യുക. അതിന് പ്രോപ്പറായിട്ടുള്ളൊരു പ്രൊപ്പോർഷനും മെത്തേഡും ഉണ്ട്. അത് കൂടുതൽ നമുക്കിപ്പോൾ ഇന്ന് ചെയ്യുന്ന ഡോമിനൻ്റ് പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പം അവരുമായിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക, എങ്ങനെയാണ് അവരുടെ പ്രോസസ്സ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. അത് മാത്രമല്ല കെമിക്കൽ ഏതാണെന്ന് പറഞ്ഞ് ഇനി ഇത് എങ്ങനെയാണ് ഇത് ഇഞ്ചെക്ട് ചെയ്യുന്ന പ്രോസസ്സൊന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. അതിന് ഉപയോഗിക്കുന്ന മെഷീനറീസും മറ്റു കാര്യങ്ങളും അതിൻ്റെ ഇഞ്ചക്ഷൻ പ്രോസസ്സും ഈ വീഡിയോയിലേക്ക് നമുക്ക് കാണിച്ചു തരാം. ഈ കെമിക്കൽ 1 ഫീറ്റാണ് നമ്മൾ ഡ്രിൽ ചെയ്ത് പോയിരിക്കുന്നതെങ്കിൽ ഓൾമോസ്റ്റ് 1.5-2 ഫീറ്റോളം നമ്മൾ ഒരു സബ് സ്ലാബ് ഇഞ്ചക്ടർ ഉപയോഗിച്ച് മോട്ടർ വെച്ച് പ്രഷർ പമ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ഇഞ്ചക്ട് ചെയ്ത് താഴേക്ക് വിടുക. അതായത് ടെർമൈറ്റ് എർത്തിൽ നിന്നാണല്ലോ കയറി വരിക. അപ്പോൾ അങ്ങ് താഴേന്ന് തന്നെ പരമാവധി ഡെപ്തിൽ നിന്ന് തന്നെ അതിനെ ഡിനേ ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുക. സാധാരണഗതിയിൽ മേളിൽ മാത്രം ഇങ്ങനെ വിരിച്ചു കൊടുക്കും. ഈ ടെർമൈറ്റ് പരമാവധി കയറി വരും. എവിടെയെങ്കിലും ഇതിൻ്റെ ഈ പ്രോസസ്സിംഗ് ഒക്കെ ഡയലൂട്ടായ സ്പേസ് വഴി ടെർമൈറ്റ് മേളിലേക്ക് കയറി വരുന്ന സാഹചര്യം വരാറുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മാക്സിമം ഇഞ്ചക്ട് ചെയ്ത് വോൾ ഏരിയ മാത്രമല്ല ടോട്ടൽ എൻ്റയർ സർഫസ് ഏരിയയിലെല്ലാം 1 മീറ്റർ ഇൻ്റർവെല്ലിലും കൂടെ ഡ്രിൽ ചെയ്ത് ഈ ഇഞ്ചക്ഷൻ താഴേക്ക് ഇച്ചിരി ഡെപ്തിലേക്ക് നമുക്ക് ഇറക്കി കൊടുക്കാം. അതിന് സബ് സ്ലാബ് ഇഞ്ചക്ടർ എന്ന് പറഞ്ഞൊരു പ്രഷർ മോട്ടർ ഉപയോഗിച്ചിട്ടാണ് ആ ഇഞ്ചക്ഷൻ്റെ പ്രോസസ്സ് നടത്തി വരുന്നത്. അത് മാത്രമല്ല ഈ കൺവെൻഷനൽ ആയിട്ടുള്ള രീതിയും ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയും. ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ വാറണ്ടിയാണ്. 10 years ആണ്. ടെർമൈറ്റിൻ്റെ ഏതെങ്കിലും ഒരു സ്പോട്ടിങ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവരെ സർവീസ് കമ്പനിയുടെ പേരിൽ തന്നെ നമുക്ക് എഗ്രിമെൻറ്റ് തരിക. അപ്പോൾ അത് 10 വർഷമാണ് വാറണ്ടി അവർ ഓഫർ ചെയ്യുന്നത്. അത് മാത്രമല്ല വീടിൻ്റെ ഇൻസൈഡ് ആണല്ലോ ആൻറ്റി ടെർമൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക. അത് മാത്രമല്ല കൺസ്ട്രക്ഷന് ശേഷം വീടിൻ്റെ എക്സ്റ്റീരിയർ സൈഡിലും, അതായത് ഒരു 15 സെൻറ്റിമീറ്ററിൽ ഒരു ട്രെഞ്ച് ചെയ്തിട്ട് 1 മീറ്റർ ഇൻ്റർവെല്ലിൽ 2.5 ലിറ്റേഴ്സ് പെർ 1 മീറ്റർ എന്നുള്ള റേഷ്യോയിൽ വീടിൻ്റെ ഔട്ട്സൈഡ് വഴിയും ഈ പ്രോസസ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് എല്ലാ ലെവലിങ്ങും ലാൻഡ്സ്കേപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് ഇൻ്റർലോക്ക് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് ആ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പ്ലിന്ത് ഏരിയ സ്ക്വയർ ഫീറ്റിൽ ഇവർ ഈ സർവീസ് എടുക്കുന്നതിനോട് കൂടി തന്നെ ചെയ്യുന്നത്. അതൊരു അഡീഷണൽ പ്രോസസ്സായിട്ടല്ല, അതെല്ലാം ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഇൻറ്റീരിയറിലും ഇമ്മീഡിയറ്റ് എക്സ്റ്റീരിയർ വാളിൻ്റെ ചുറ്റുപാടും. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു നിർമ്മാണ പ്രവൃത്തിയിൽ
ഈ പറയുന്ന പോലെ ബ്രിക്ക് വർക്കും കോൺക്രീറ്റും അല്ലെങ്കിൽ ബാക്കി ഫിനിഷസും ഇങ്ങനെയുള്ള മേജർ ഏരിയ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു പോകും. അപ്പം ഇങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സും കൂടി ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ ഇത്രയും പണം മുടക്കി പണിത് കൊണ്ടുവരുന്ന ഈ ഭവനം അല്ലെങ്കിൽ ഏത് കെട്ടിടമായാലും അതിൻ്റെ എല്ലാം ലോങ് ലൈഫിനും ലാസ്റ്റിങ്ങിനും ഇങ്ങനെയുള്ള ചില സേഫ്റ്റി മെഷേഴ്സ് എടുത്തു പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ ഡൊമിനിയൻ പെസ്റ്റ് കൺട്രോൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അവരുടെ സർവീസസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പേഴ്സ്, കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എല്ലാ പ്ലാറ്റ്ഫോമിലും ഉണ്ട്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടർന്നും ഇതേപോലുള്ള നിങ്ങൾ നിർമ്മാണ പ്രവൃത്തി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവായിട്ടുള്ള പല കണ്ടൻറ്റുകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും ഈ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാനോ അതുപോലെ കൺസ്ട്രക്ഷൻ സംബന്ധമായ ഏത് ആവശ്യങ്ങൾക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. കെട്ടിടം അതേതുമാവട്ടെ, ഞങ്ങളുണ്ടാകും നിങ്ങളോടൊപ്പം. സെപ്കോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ദി പെർഫെക്റ്റ് കൺസ്ട്രക്ഷൻ ചോയ്സ്.